24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. CPIM പാർട്ടി കോൺഗ്രസിന് നാളെ CPIM പാർട്ടി കോൺഗ്രസ് സംഘടനാ രേഖയുടെ പകർപ്പ് 24-ന്. കേരള ഘടകത്തിന് പ്രശംസ. പാർട്ടിക്കുള്ളിൽ പാർലമെന്ററി താൽപര്യങ്ങൾ വർദ്ധിക്കുന്നതായി വിമർശനം. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് പോരാട്ടങ്ങളിലൂടെ ബഹുജന അടിത്തറ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള രാഷ്ട്രീയ അടവ് നയം നടപ്പിലാക്കുന്നതിന് തടസ്സമാകുന്നുവെന്നും രേഖയിൽ. ബൽറാം നെടുങ്ങാടി മധുരയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, CPIM പാർട്ടി കോൺഗ്രസ് സംഘടനാ രേഖയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, നാളെ മുതൽ ഈ മാസം 6 വരെ നടക്കുന്ന CPIMന്റെ 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ രേഖയുടെ കരട്, അതിന്റെ പകർപ്പാണ് 24-ന് ലഭിച്ചത്. ഈ ചർച്ചകളിലൂടെയായിരിക്കും, പാർട്ടി കോൺഗ്രസിൽ ഉൾപ്പെടുന്ന ചർച്ചകളിലൂടെയായിരിക്കും ഈ രേഖയ്ക്ക് അന്തിമ രൂപം നൽകുക. പ്രധാനമായും പാർട്ടിയുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനം, ഒപ്പം തന്നെ സ്വയം വിമർശനം, തുടർന്ന് മെച്ചപ്പെടാൻ മുന്നോട്ടു പോകാനുമുള്ള നിർദ്ദേശങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഈ കരട് രേഖ എന്നുള്ളത്. അതിൽ കേരള ഘടകത്തിന് പ്രശംസയുണ്ട്. ഈ പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കുന്നു കേരളത്തിൽ. ഒപ്പം തന്നെ ആത്മവിമർശനങ്ങൾക്ക് വലിയൊരു ഇടം തന്നെ ഈ രേഖയിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പാർട്ടിക്കുള്ളിൽ പാർലമെന്ററി താൽപര്യങ്ങൾ വർദ്ധിക്കുന്നതായുള്ള ആത്മവിമർശനമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് വർഗ ബഹുജന പോരാട്ടങ്ങളിലൂടെ ബഹുജന അടിത്തറ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള രാഷ്ട്രീയ അടവ് നയം നടപ്പിലാക്കുന്നതിന് തടസ്സമാകുന്നു എന്ന സ്വയം വിമർശനമുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേഡർമാരിൽ പ്രത്യയശാസ്ത്രപരമായ അപജയങ്ങളിലേക്ക് നയിക്കുന്നു. ചിലർക്ക് സംഘടനാ ഐക്യത്തെക്കാൾ തെരഞ്ഞെടുപ്പ് അഭിലാഷങ്ങൾക്ക് മുൻഗണന നൽകുന്ന സ്വഭാവമുണ്ട്. ഇത് പാർട്ടിയിൽ വിഭാഗീയതയിൽ ഏർപ്പെടുന്നതും കാരണമാകുന്നു. മഹാരാഷ്ട്ര, തെലങ്കാന, രാജസ്ഥാൻ അടക്കം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളല്ലാത്ത ഇടങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പാർലമെന്ററി താൽപര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് പാർട്ടി നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെടുന്നവർ അവർ തങ്ങളുടെ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതേസമയം പാർട്ടി പ്രവർത്തനങ്ങളെ അവഗണിക്കുന്നു എന്ന സ്വയം വിമർശനം ഉണ്ട്. ഒപ്പം തന്നെയാണ് പാർട്ടിയുടെ വർഗബഹുജന സംഘടനകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്നും പാർട്ടി അംഗത്വത്തിലേക്ക് ആളുകൾ എത്തുന്നത് കുറവുണ്ടായിരിക്കുന്നു എന്ന വിമർശനമുണ്ട്. ഈ ഇടങ്ങളിലും വർഗീയ സംഘടനകളുടെ കടന്നുകയറ്റത്തെ പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ രേഖയിൽ. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ വലിയൊരു വിഭാഗം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നും അത്തരം പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിരിക്കുന്നു എന്നും ആ ഇടം അത് ഹിന്ദുത്വ വർഗീയ ശക്തികൾ അവരുടെ സാംസ്കാരിക ഇടപെടലുകളിലൂടെ വിദ്യാർത്ഥികളുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്നു എന്നുമുള്ള വിലയിരുത്തലുണ്ട്. ഇത് മറികടക്കാൻ ആവശ്യമായ പ്രചാരണ തന്ത്രങ്ങൾ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നും സോഷ്യലിസ്റ്റെക്കുറിച്ച് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരണം നടത്തേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് നടപടികൾ, ഓരോ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ജനാധിപത്യ നടപടികൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടപെടലുകൾ പാർട്ടി വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്ന് വേണമെന്നും സമകാലികവും ഇന്ത്യൻ സാഹചര്യത്തിലും സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്നതിന് പ്രത്യയശാസ്ത്ര പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി വിദ്യാർത്ഥികളെ മാറ്റാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം എന്നും ഉള്ള നിർദ്ദേശം ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മുതലുള്ള ഘടകങ്ങളിൽ അംഗങ്ങൾ, നേതാക്കൾ അവർ സ്വയം വിലയിരുത്തലുകൾ നടത്തണം. അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്തുകയും അത് ആവശ്യമായ ഘട്ടത്തിൽ അത് പരിഷ്കരിക്കാൻ ആവശ്യമാണ്, തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ആ നടപടികൾ ഉണ്ടാകണം എന്ന നിർദ്ദേശവും ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വരുന്ന ദിവസം നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും ഇതിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ഉയർന്നു വരും. തുടർന്ന് ഈ ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ രേഖ ഈ പാർട്ടി കോൺഗ്രസ് തയ്യാറാക്കുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്യുക. പ്രവിത, പാർട്ടി കോൺഗ്രസ് സംഘടനാ രേഖയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. CPIMന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന് നാളെ തമിഴ്നാട്ടിലെ മധുരയിൽ തുടക്കം. തമുക്കം, പൈതാരത്തെ സീതാറാം യെച്ചൂരി നഗറിൽ ഞായറാഴ്ച വരെയാണ് പാർട്ടി കോൺഗ്രസ്. 80 നിരീക്ഷകരടക്കം 811 പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കും. മണിക് സർക്കാർ അധ്യക്ഷനായ പ്രസീഡിയമാണ് പാർട്ടി കോൺഗ്രസിനെ നിയന്ത്രിക്കുക. വൈകുന്നേരം ചേർന്ന കേന്ദ്ര കമ്മിറ്റിയാണ് സമ്മേളനം നിയന്ത്രിക്കുന്നതിനുള്ള കമ്മിറ്റികളും സമ്മേളനത്തിന്റെ കാര്യപരിപാടികളും തീരുമാനിച്ചത്. ത്രിപുരയിലെ മുൻ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ മണിക് സർക്കാർ അധ്യക്ഷനായ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുക. കേരളത്തിൽ നിന്ന് ദിനേശൻ പുത്തലത്ത് പ്രസീഡിയത്തിൽ അംഗമാണ്. 3 വർഷത്തെ പ്രവർത്തനം അവലോകനം ചെയ്തുകൊണ്ടുള്ള സംഘടനാ റിപ്പോർട്ട് മുതിർന്ന PB അംഗം
BV രാഘവലുവാണ് അവതരിപ്പിക്കുക. കരട് രാഷ്ട്രീയ പ്രമേയം PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും അവതരിപ്പിക്കും. പാർട്ടി കോൺഗ്രസ് വേദിയിൽ സ്ഥാപിക്കുന്ന ദീപശിഖയും പതാകയും വൈകുന്നേരത്തോടെ മധുരയിലെ വേദിയിലെത്തി. പരമ്പരാഗത തമിഴ് ശൈലിയിൽ ജാഥകളെ സ്വീകരിച്ചു. നാളെ രാവിലെ 8-ന് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. മുതിർന്ന നേതാവ് ബിമൻ ബോസാണ് പതാക ഉയർത്തുക. 2008 ഏപ്രിലിൽ നടന്ന കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം ഇപ്പോഴാണ് തമിഴ്നാട്ടിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. സ്റ്റാലിനുമായുള്ള രാഷ്ട്രീയ ഐക്യവും സമ്മേളന ആവേശവും എല്ലാം ഉപയോഗിച്ച് പാർട്ടി ശക്തിപ്പെടുത്താൻ തമിഴ്നാട് ഘടകവും ലക്ഷ്യമിടുകയാണ്. സമ്മേളനം മികച്ചതാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വിപുലമായ ഒരുക്കങ്ങളാണ് അണിയറയിൽ. രാഷ്ട്രീയ നയരേഖ അംഗീകരിക്കൽ, സംഘടനാ റിപ്പോർട്ട് ചർച്ച, റിവ്യൂ റിപ്പോർട്ട് ചർച്ച എന്നിവ സമ്മേളനത്തിലെ അജണ്ടയാണ്. എന്നാൽ പാർട്ടിയെ ഇനി ആരു നയിക്കുമെന്നതാണ് പാർട്ടി കോൺഗ്രസ് തുടങ്ങുമ്പോൾ പ്രധാന ചർച്ച. മലയാളിയായ MA ബേബി ജനറൽ സെക്രട്ടറിയാകുമെന്ന ചർച്ചകൾ സജീവമാണ്. 24 മധുര. മധുരയിൽ CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് 24ന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത് പരിചയസമ്പന്നരായ വാർത്താ സംഘം. നിരവധി പാർട്ടി കോൺഗ്രസുകളും സംസ്ഥാന സമ്മേളനങ്ങളും റിപ്പോർട്ട് ചെയ്ത ദീപക് ധർമ്മടം, R ശ്രീജിത്ത്, ബൽറാം നെടുങ്ങാടി എന്നിവരാണ് തത്സമയ വിവരങ്ങളും വിശകലനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വൈഗാതീരത്തെ ഗോപുരനഗരിയായ മധുരയിൽ നിന്ന് മാറ്റത്തിന്റെ കാറ്റ് CPIMൽ വീശുമോ എന്ന് പ്രേക്ഷകർക്ക് തത്സമയം അറിയാം. CPIM സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്ത പരിചയസമ്പന്നരെയാണ് മധുരയിലേക്ക് 24 നിയോഗിച്ചിരിക്കുന്നത്. 2002 കണ്ണൂർ സംസ്ഥാന സമ്മേളനവും 2005 ഡൽഹി 18ാം പാർട്ടി കോൺഗ്രസ് മുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം. മധുരയിൽ പാർട്ടി കോൺഗ്രസ് തുടങ്ങും മുമ്പ് തന്നെ ഉയരുന്ന ചോദ്യം ഇതാണ്: ആരായിരിക്കും അടുത്ത ജനറൽ സെക്രട്ടറി? PB കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് വീണ്ടും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുമോ? മലയാളിയായ MA ബേബി ജനറൽ സെക്രട്ടറി ആകുമോ? ആയാൽ EMSന് ശേഷം കേരളത്തിൽ നിന്നും എത്തുന്ന ജനറൽ സെക്രട്ടറി എന്ന ചരിത്രത്തിന്റെ ഭാഗം. വനിതയായ വൃന്ദ കാരാട്ട് പ്രായപരിധിയിലെ ഇളവോടുകൂടി ജനറൽ സെക്രട്ടറി ആകുമോ? ചോദ്യങ്ങൾ അനവധിയാണ്. ഇതിനെല്ലാം ഉത്തരം അപ്പോൾ 24ൽ. 2002 കണ്ണൂർ സംസ്ഥാന സമ്മേളനവും 2008 കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസ് മുതൽ R ശ്രീജിത്തിന്റെ റിപ്പോർട്ടുകളുണ്ട്. ഇത്തവണയും പ്രേക്ഷകർക്ക് തത്സമയ വിവരങ്ങളും വിശകലനവും നൽകാൻ 24 പൊളിറ്റിക്കൽ എഡിറ്റർ R ശ്രീജിത്ത് മധുരയിലുണ്ട്. CPIMനെ സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് പാർട്ടി കോൺഗ്രസിലാണ്. പ്രായപരിധിയുടെ വാൾ ഇത്തവണ നിരവധി നേതാക്കളുടെ തലയ്ക്ക് മുകളിലുണ്ട്. പ്രായപരിധി നടപ്പിലാക്കുമോ? ചിലർക്ക് ഇളവ് നൽകുമോ? കാത്തിരിക്കൂ 24നൊപ്പം. CPIM കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ടും പ്രേക്ഷകർക്ക് കാണാം. ദേശീയ രാഷ്ട്രീയത്തിൽ CPIMന്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ പാർട്ടി കോൺഗ്രസ് എന്തു തീരുമാനമെടുക്കും എന്നതടക്കം 24 ഡൽഹി റീജിയണൽ മേധാവി ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ടുകളും ഉണ്ടാകും. കോൺഗ്രസിനോട് സഖ്യം വേണ്ടെന്ന കേരള ലൈനിന് മുൻതൂക്കം കിട്ടുമോ? സഖ്യമാകാമെന്ന ബംഗാൾ ലൈൻ അംഗീകരിക്കുമോ എന്ന് മധുരയിൽ അറിയാം. ദേശീയ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കാൻ നയമെന്താകും എന്നതും പ്രസക്തമാണ്. CPIM പാർട്ടി കോൺഗ്രസിന്റെ ആധികാരിക വിവരങ്ങൾക്ക് കാത്തിരിക്കുക. ആദ്യമെത്തും 24ലൂടെ ആധികാരിക വാർത്തകൾ. പൊളിറ്റിക്കൽ ഡെസ്ക് 24. നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിന്റെ പകർപ്പ് പുറത്ത്. സ്ത്രീകളും അമുസ്ലിങ്ങളും വഖഫ് ബോർഡിൽ അംഗങ്ങളാകും. 5 വർഷം ഇസ്ലാം മതം പിന്തുടരുന്നവർക്കേ വഖഫ് നൽകാനാകും. വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡേറ്റാബേസിലും അപ്ലോഡ് ചെയ്യണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. R അച്യുതൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിന്റെ പകർപ്പ് പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്? പ്രവിത, ഈ വഖഫ് ഭേദഗതി നിയമ ഭേദഗതി ബില്ല് JPCക്ക് വിടുന്നതിന് മുൻപ് തന്നെ അതിലുണ്ടായിരുന്ന ഒന്നായിരുന്നു ഈ അമുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് ഈ ബോർഡിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് ഇതിനു വേണ്ടി രൂപീകരിക്കുക എന്നുള്ളത്. അതിൽ മുസ്ലിം ലീഗ് അടക്കം ശക്തമായ എതിർപ്പ് ഈ ഘട്ടത്തിലും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിൽ ആ വ്യവസ്ഥയിൽ ഒരു മാറ്റവും വരുത്താതെയാണ് പുതിയ നിയമ ഭേദഗതി ബില്ല് നാളെ വീണ്ടും പാർലമെന്റിലെത്തുക. ആ പകർപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സ്ത്രീകൾക്കും അമുസ്ലിങ്ങൾക്കും വഖഫ് ബോർഡിൽ അതിന്റെ ഭാഗമായി അവർ വരും. ബോറോ, അഗഗനി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രത്യേക ബോർഡ് രൂപീകരിക്കും. 5 വർഷം ഇസ്ലാം മതം പിന്തുടരുന്നവർക്കേ വഖഫ് നൽകാനാകൂ എന്നതടക്കമുള്ള വ്യവസ്ഥകൾ ഇതിലുണ്ട്. മാത്രമല്ല, വഖഫ് സംബന്ധിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം എന്ന ഒരു വ്യവസ്ഥ കൂടി ഇതിൽ വരുന്നുണ്ട്.
സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കും. ജില്ലാ കളക്ടർ എന്ന ആയിരുന്നു മുൻ വ്യവസ്ഥ. അതിലൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നതാണ്. വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡേറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം. രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് സ്വത്തുകൾ സർക്കാരിന് ഏറ്റെടുക്കാം എന്നതും ഈ പുതിയ ബില്ലിൽ ഇത്തരത്തിൽ വ്യവസ്ഥകളിലൂടെ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ആണ് ഈ പുതിയ വഖഫ് നിയമ ഭേദഗതിയിലുള്ളത്. എന്തായാലും ശക്തമായി എതിർക്കാനാണ് പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്തായാലും ഈ നിയമ ഭേദഗതി ബില്ലാണ് നാളെ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ 12 മണിയോടെ അവതരിപ്പിക്കുക. ശരി, ആർ അച്യുതനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കൊടുവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ബിൽ ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിക്കും. ബില്ലിനെ എതിർക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ബില്ലിനെ അനുകൂലിക്കണമെന്ന് കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്തു. JPC നിർദ്ദേശിച്ച ഭേദഗതികളോടെയാണ് ഏറെ നിർണായകമായ ബിൽ ലോക്സഭയിലെത്തുക. ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ബിൽ അവതരിപ്പിക്കും. ബില്ലിന്മേൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ സംസാരിക്കും. NDA സഖ്യകക്ഷി TDP മുന്നോട്ട് വച്ച 3 നിർദ്ദേശങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തിയതായാണ് വിവരം. ഇതോടെ TDPയുടെ പിന്തുണ കൂടി ലഭിച്ചേക്കും. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. പാർലമെന്റിൽ ചേർന്ന ഇന്ത്യ സഖ്യ പാർട്ടികളുടെ യോഗത്തിലാണ് തീരുമാനം. India alliance parties and all along with other like-minded parties on the introduction stage itself is opposing the anti-constitutional provisions of Waqf Bill. Waqf Bill, Amendment Bill, basically it is a targeted legislation and it is fundamentally against the constitutional provisions. We cannot support the provisions against the constitution. ബില്ലിന്മേൽ 8 മണിക്കൂറാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. 12 മണിക്കൂർ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചില്ല. 8 മണിക്കൂറിലേക്കാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചത്. സ്പീക്കർ ചർച്ചയിൽ കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ അപ്പോൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞാണ്. ബില്ലവതരണത്തിന്റെ പശ്ചാത്തലത്തിൽ BJPയും കോൺഗ്രസും ലോക്സഭാംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ സഭയ്ക്കകത്ത് സ്വീകരിക്കേണ്ട നിലപാടുകൾ കോൺഗ്രസ് നാളെ ചർച്ച ചെയ്യും. ബില്ലിനെ പിന്തുണച്ച് CBCIയും KCBCയും രംഗത്ത് വന്നതിനാൽ കോൺഗ്രസ് നിലപാട് നിർണായകമാകും. ബിൽ നിയമമായാലും മുനമ്പം വിഷയം പരിഹരിക്കാൻ എത്ര നാൾ വേണ്ടിവരുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം. എല്ലാ MPമാരോടും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആ ബില്ലിനെ അനുകൂലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് ഭൂരിപക്ഷ വോട്ടോടെ നാളെ ലോക്സഭയിൽ പാസാക്കിയാൽ മറ്റന്നാൾ രാജ്യസഭയിൽ ബില്ല് ചർച്ചയ്ക്ക് വയ്ക്കും. 24 ഡൽഹി. വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ MPമാർക്ക് CPIM നിർദ്ദേശം. പാർട്ടി MPമാരോട് നാളെ ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിയതായി CPIM PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. പാർലമെന്റിൽ അവധി അപേക്ഷ നൽകി മധുരയിലെത്തിയ K രാധാകൃഷ്ണൻ അടക്കമുള്ള MPമാർ ഇന്ന് രാത്രി തന്നെ ഡൽഹിയിലെത്തും. നാളെ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായാണ് അടുത്ത 4 ദിവസം CPIM MPമാർ ലോക്സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് കാണിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അവധിക്കത്ത് നൽകി K രാധാകൃഷ്ണൻ അടക്കമുള്ളവർ മധുരയ്ക്ക് തിരിച്ചത്. എന്നാൽ MPമാരോട് ഡൽഹിയിലേക്ക് തിരിച്ചുപോകാൻ പാർട്ടി നിർദ്ദേശം നൽകി. Our party is opposing it. We have instructed all our MPs to remain in Delhi and not to attend the party congress because they'll have to participate in the discussion and the voting against it. ബില്ല് സഭയിൽ വരില്ല എന്ന് കരുതിയാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ 4 MPമാരും അവധിക്ക് അപേക്ഷ നൽകിയതെന്നും യാത്ര പുറപ്പെട്ട ശേഷമാണ് വൈകിട്ട് 4 മണിയോടെ കാര്യോപദേശക സമിതി യോഗം ചേർന്ന ബില്ല് നാളെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും K രാധാകൃഷ്ണൻ MP. നാളെ വരുമോ എന്നുള്ള കാര്യം തന്നെ സംശയമായിരുന്നു. കാരണം വെച്ചാൽ ഇതുവരെ ബില്ല് ലിസ്റ്റ് ചെയ്തില്ലായിരുന്നു. ഇന്ന് 2 മണിക്ക് BSc കൂടിയതിന് ശേഷമാണ് ബില്ല് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ലിസ്റ്റ് ചെയ്തത് 4:30 മണിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബില്ല് വരില്ല എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. വരും, 2 രീതിയിലായിരുന്നു. CPIM MPമാർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്നും K രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പാർട്ടി കോൺഗ്രസ് സംഘാടക സമിതി കൺവീനർ കൂടിയായ മധുര MP S വെങ്കടേഷ് അടക്കമുള്ള 4 MPമാരും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ന് രാത്രി തന്നെ ഡൽഹിയിൽ മടങ്ങിയെത്തും. മധുരയിൽ നിന്നും ബൽറാം നെടുങ്ങാടി, 24. എറണാകുളത്ത് കോൺഗ്രസ് MPമാർക്കെതിരെ പോസ്റ്റർ. കോൺഗ്രസ് MPമാരുടെ ശ്രദ്ധയ്ക്ക് എന്ന തലക്കെട്ടിലാണ് പോസ്റ്റർ. വഖഫ് ബില്ലിനെ എതിർത്താലും ജയിച്ചെന്ന് കരുതേണ്ട എന്ന് മുന്നറിയിപ്പ്. മുനമ്പം ജനതയുടെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഹൈബി ഈഡൻ MPയുടെ ഓഫീസ് പരിസരത്താണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്.
ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച് മന്ത്രി വീണ ജോർജ്. ഇൻസെന്റീവ് കൂട്ടുന്നതിൽ ഉറപ്പ് ലഭിച്ചുവെന്നും കുടിശ്ശികയിൽ കേന്ദ്രമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് പറഞ്ഞു. എന്നാൽ ഓണറേറിയം കൂട്ടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ആശാ വർക്കേഴ്സിന്റെ പ്രതികരണം. ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതും സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കണമെന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ വീണ ജോർജ് ഉന്നയിച്ചത്. ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പാർലമെന്റിൽ അറിയിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി ഇക്കാര്യം കൂടിക്കാഴ്ചയിലും ആവർത്തിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ ഉറപ്പുകൾ ലഭിച്ചില്ല എന്നാണ് സൂചന. ആശമാർ സമരം നിർത്തണമെന്ന് വീണ ജോർജ് ആവശ്യപ്പെട്ടു. ആശമാരുടെ വിഷയം, ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പ്രായോഗികമായി വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കാവുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സമരം പിൻവലിക്കണം എന്നാണ് നിരാഹാര സമരത്തിന് മുൻപും ഞാൻ പറഞ്ഞിരുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ വ്യക്തമായ ഉറപ്പ് ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സമരക്കാരും പറഞ്ഞു. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സമരത്തിന്റെ ഭാഗമായി അത് കേന്ദ്രത്തിൽ കൊണ്ട് എത്തിക്കാൻ കഴിയുക, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് 3 ആഴ്ച മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതിനകത്ത് പോലും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഒരു എമൗണ്ട് അല്ലെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആ വിഷയത്തിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ പ്രത്യേകമായി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമരത്തിന് ആശാവഹമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സമരം ചെയ്യുന്നവരുടെ ഫെബ്രുവരി മാസത്തെ ഓണറേറിയം തടഞ്ഞതിനെതിരെ സമരക്കാർ നാഷണൽ ഹെൽത്ത് മിഷന് നിവേദനം നൽകി. 24 തിരുവനന്തപുരം. ആശാ സമരത്തെ എതിർത്ത് കോൺഗ്രസിനെയും UDFനെയും വെട്ടിലാക്കിയ നിലപാട് ഒടുവിൽ INTUC തിരുത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് INTUC സംസ്ഥാന നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. തോട്ടണ്ടി ഇടപാട് കേസ് കാരണം സർക്കാരിനെ പിണക്കാനുമാകില്ല, പാർട്ടി നിർദ്ദേശം അനുസരിക്കാതിരിക്കാനും വയ്യ. ഒടുവിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ ആശാ സമരത്തിൽ നിലപാട് പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും അഭ്യർത്ഥന മാനിച്ച് സമരത്തിന് പിന്തുണ നൽകുന്നതായി R ചന്ദ്രശേഖരൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. സമരത്തെ പിന്തുണയ്ക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്നും INTUC. ആശാ പ്രവർത്തകരുടെ ആവശ്യങ്ങളോടൊപ്പം എന്നും INTUC ഉണ്ട്. വ്യക്തമായ ഒരു ധാരണ 5 വർഷം തുടർച്ചയായി ജോലി ചെയ്താൽ അവരെ സ്ഥിരപ്പെടുത്തി ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാക്കണമെന്ന് തന്നെയാണ്. അത് എപ്പോൾ നടക്കുന്നു അതുവരെ INTUC പോരാട്ടം തുടരും. അതേസമയം സമരത്തിന് പിന്തുണ നൽകുമ്പോഴും പ്രസ്താവനയിൽ സംസ്ഥാന സർക്കാരിന് പോറലേൽക്കാതെ R ചന്ദ്രശേഖരൻ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. സമരത്തിന് ആധാരമായി ഉന്നയിച്ച ആവശ്യങ്ങളിൽ തൊഴിലാളി താൽപര്യമായി എതിർപ്പുകളുണ്ടെന്ന് INTUC സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടവർ കേന്ദ്ര സർക്കാരാണെന്നും പ്രസ്താവനയിലുണ്ട്. നേരത്തെ UDF സമരത്തെ പിന്തുണയ്ക്കുമ്പോൾ INTUC എതിരായത് ചർച്ചയായിരുന്നു. 24 തിരുവനന്തപുരം. MBA പരീക്ഷയുടെ ഉത്തരപേപ്പർ നഷ്ടമായതിൽ 71 വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതണമെന്ന് ആവർത്തിച്ചു കേരള സർവകലാശാല. ഈ മാസം 7-നാണ് പുനഃപരീക്ഷ. പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചുവെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞു. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ കോളേജുകളിലെ 71 MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കായി 7-ാം തീയതി തന്നെ പ്രത്യേക പരീക്ഷ നടത്തും. വിദേശത്തുൾപ്പെടെ ജോലിക്ക് പോകേണ്ടി വന്ന വിദ്യാർത്ഥികൾക്കായി ഇതേ പരീക്ഷ ഈ മാസം 22-ന് വീണ്ടും നടത്തും. 2 പരീക്ഷയുടെയും ഫലം 3 ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കും. വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ ചേർന്ന പരീക്ഷാ വിഭാഗത്തിന്റെ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സർവകലാശാലയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും വൈസ് ചാൻസലർ സമ്മതിച്ചു. യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തിരുത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഏകദേശം 7ഓളം കോളേജുകളിലാണ് ഈ പരീക്ഷ നടക്കേണ്ടത്. കുട്ടികൾക്ക് കോളേജ് മാറണമെങ്കിൽ അതിന് അവസരം കൊടുക്കും. അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ 7 കോളേജിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും പോകാം. അവിടെ ഇരുന്നിട്ടും അവർക്ക് എഴുതാം. നഷ്ടപ്പെട്ട പേപ്പറിൽ ശരാശരി മാർക്ക് നൽകണമെന്ന വിദ്യാർത്ഥികളുടെ വാദം സർവകലാശാല അധികൃതർ പൂർണ്ണമായും തള്ളി. സർവകലാശാലയുടെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. നമ്മൾ ലീഗലി മൂവ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യമുള്ളത്. പിന്നെ 22-ാം തീയതി ആരുടെ ചോദിച്ചാണ് ഇത്രയും പിള്ളേർക്ക് എഴുതാൻ പറ്റും എന്നുള്ള തീരുമാനം എടുത്ത് എനിക്ക് അറിയത്തില്ല. കാര്യം പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും 22-ാം തീയതി വന്ന് എഴുതാൻ പറ്റുമെന്ന് അയാൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ തീരുമാനം എടുത്തത് നമ്മുടെ ഒരാളത്ത് പോലൊരു അഭിപ്രായം ചോദിച്ചിട്ടല്ല ഈ തീരുമാനം എടുത്തത്. പിന്നെ ഇപ്പോൾ ഇത്രയും മീഡിയാസിനെ പറ്റിക്കാനും നമ്മളെ പറ്റിക്കാനും വെറുതെ ഇവിടെ ഒരു മീറ്റിംഗ് കൂടി എന്നിട്ട് വെറുതെ നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ കോളേജ് അധികൃതർക്ക് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകി. അധ്യാപകനെ ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം പരീക്ഷാ നടത്തിപ്പുകളിൽ നിന്ന് പൂർണ്ണമായും ഡീബാർ ചെയ്യാനും തീരുമാനിച്ചു. പരീക്ഷാ കൺട്രോളർ കൈമാറുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. 24 തിരുവനന്തപുരം.
കോട്ടയം MG സർവകലാശാലയിൽ നിയമന വിവാദം. എൻവയോൺമെന്റ് സയൻസ് അസോസിയേറ്റ് പ്രൊഫസറായി യോഗ്യതയില്ലാത്ത വ്യക്തിയെ നിയമിച്ചുവെന്ന് ആരോപിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ ചാൻസലർക്ക് പരാതി നൽകി. അതേസമയം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നിയമനമെന്ന് MG സർവകലാശാല വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു MG സർവകലാശാലയിലെ എൻവയോൺമെന്റൽ സയൻസിൽ ഒഴിവ് വന്ന അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമനം. സിബു സാമുവൽ എന്ന അധ്യാപകനെയാണ് അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചത്. ഈ സിബു സാമുവലിന് മതിയായ യോഗ്യതയില്ലെന്നാണ് പരാതി. എൻവയോൺമെന്റ് സയൻസിൽ 8 വർഷത്തെ അധ്യാപന പരിചയം അടക്കമുള്ള യോഗ്യതകളായിരുന്നു മാനദണ്ഡം. എന്നാൽ സിബു സാമുവലിന് ബയോടെക്നോളജിയിലാണ് പ്രവൃത്തി പരിചയം. 8 വർഷത്തെ അധ്യാപന പരിചയം ഇല്ലെന്നും പരാതിയിൽ പറയുന്നു. യോഗ്യതയുള്ളവർ ഉണ്ടായിരുന്നിട്ടും സർവകലാശാല നടത്തിയ നീക്കം ദുരൂഹമാണെന്നാണ് പരാതി. എന്നാൽ നിയമനം മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നും മാധ്യമങ്ങളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും MG സർവകലാശാല വിശദീകരിച്ചു. യോഗ്യരായ ഇന്റർവ്യൂ ബോർഡ് പരിശോധന നടത്തിയാണ് നിയമനം നടത്തിയതെന്നും MGVC പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സംഭവത്തിൽ എൻവയോൺമെന്റൽ സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ ചാൻസലർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടിയിലേക്ക് കടക്കാനും മറ്റുദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട്. 24 കോട്ടയം. 24 പൂർണ്ണമാകുന്നു. നമസ്കാരം.